നമസ്കാരം. എല്ലാ ഹിന്ദി പ്രേമികൾക്കും സ്വാഗതം. നമ്മുടെ ക്ലാസ് ഭാഷയെക്കുറിച്ചാണ്. കേറ്ററ്റിൻ്റെ ക്ലാസ് എയിംസിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു നല്ലൊരു ക്ലാസ്സാണ്. എല്ലാവർക്കും സ്വാഗതം, ഒരിക്കൽ കൂടി സ്വാഗതം. ഭാഷയെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. നമ്മുടെ ഭാഷയുടെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ലോകത്തിലെ ഒരുപാട് ഭാഷകളുണ്ട്. അതിലൊരു ഭാഷയാണ് ഹിന്ദി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭാഷാ ചരിത്രമാണ് ഭാഷാ സാഹിത്യ അല്ലെങ്കിൽ സാഹിത്യ ഇതിഹാസ്. അതിലെ ഒരു സെഗ്മെൻ്റാണ് ഭാഷ എന്ന് പറയുന്നത്. ഭാഷയുടെ ഉത്ഭവം, ഭാഷ എത്ര തരത്തിലുണ്ട്, എങ്ങനെയൊക്കെയാണ്, അതിനെക്കുറിച്ച് പറയുകയാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായിട്ട് ഉണ്ട്. ശ്രദ്ധിക്കുക. ഭാഷയ്ക്ക് കിത്തനെ അംഗ് ഹോത്തെ ഹൈ? भाषा के मुख्य 4 अंग होते हैं. भाषा के मुख्य 4 अंग होते हैं. ധ്വനി, ശബ്ദ, വാക്യ, അർത്ഥ. അപ്പോഴേ ഒരു ഭാഷയുടെ പ്രമുഖമായിട്ടുള്ള 4 പാർട്ടാണുള്ളത്. ഒന്ന് ധ്വനി, പിന്നൊന്ന് ശബ്ദ, പിന്നൊന്ന് വാക്യ, പിന്നൊന്ന് അർത്ഥ. ഇതിൽ ധ്വനി എന്ന് പറയുന്നത് സൗണ്ടാണ്. സൗണ്ട്, ശബ്ദം. അതായത് ഒരു ശബ്ദം ഒരു ഭാഷയുടെ ഒരു ഘടകമാണ്. അതുപോലെ വേറൊന്ന് ശബ്ദം. ശബ്ദം എന്ന് വെച്ചാൽ ഹിന്ദിയിൽ ശബ്ദം എന്ന് വെച്ചാൽ വേർഡ് എന്നർത്ഥം. വേർഡ്. വേർഡ്. വാക്യ എന്ന് പറഞ്ഞാൽ സെന്റൻസ്. അത് നമുക്കറിയാം. അർത്ഥ, മീനിങ്. അപ്പോൾ 4 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ധ്വനി, സൗണ്ട്, സൗണ്ട്, വേർഡ്, സെന്റൻസ്, മീനിങ്. ഇങ്ങനെ 4 തരത്തിൽ ഇതിനെ നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. 4 अंग मिलकर भाषा का निर्माण करते हैं. അപ്പോൾ വേർഡ്, ധ്വനി, അർത്ഥ, ശബ്ദ, ഇതെല്ലാം കൂടി ചേർന്ന് 4 കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഭാഷ ഉണ്ടാവുന്നത്. ജഹാൻ ധ്വനി സബ്സെ ചോട്ടി ഇക്കായി ഹെ. ഇക്കായി എന്ന് വെച്ചാൽ യൂണിറ്റ് എന്നർത്ഥം. യൂണിറ്റ്. എന്താ യൂണിറ്റ് എന്ന് പറഞ്ഞ അർത്ഥം? അതിന്റെ ഏറ്റവും ചെറിയ ഘടകമാണ്. ഒരു ഭാഷയിലെ ഏറ്റവും ചെറിയ ചോട്ടി ഇക്കായി എന്ന് പറയുന്നതാണ് ധ്വനി എന്ന് പറയുന്നത്. അപ്പൊ ധ്വനി വെച്ചാൽ സൗണ്ട് ആണ്. അപ്പൊ ഒരു സൗണ്ട്, ഏതെങ്കിലും ഒരു ശബ്ദത്തിലൂടെയാണ് ഈ ഭാഷയുടെ ഏറ്റവും സ്മാളസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്, ഘടകം എന്ന് പറയുന്നത്. അവർ കൈ ദുനിയ മിൽക്കർ ശബ്ദ ബൻതി ഹൈ. ദുനിയ എന്നല്ല, ധ്വനി എന്നാണ്. കൈ ധ്വനിയാണ്. ധ്വനിയ മിൽക്കർ ശബ്ദ ബൻതി. അപ്പോഴ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കമൽ, ക പ്ലസ് ആ ഈസ് ഈക്വൽ ടു ക ധ്വനി കമൽ. ഇതില് ഈ ക എന്നുള്ളത് ക പ്ലസ് ആ ഈസ് ഈക്വൽ ടു ക. അപ്പൊ ക എന്ന് പറയുന്നത് ക എന്ന് പറയുന്ന ധ്വനിയും ആ എന്ന് പറയുന്ന സ്വരവും കൂടി ചേർന്നാണ് ക എന്ന് പറയുന്നത്. അപ്പോഴേ ഏറ്റവും ഈ ക എന്ന് പറയുന്നതാണ് ധ്വനി എന്ന് പറയുന്നത്. അവർക്ക് ശബ്ദ ബന്ധ കൈ ധ്വനിയ മിൽക്കർ ശബ്ദ ബന്ധ. ശബ്ദ വേർഡ് ഉണ്ടാവുന്നത്. വേർഡ് എന്ന് പറയുന്നത് ഒരുപാട് ധ്വനികളുടെ ഒരു സമ്മിശ്രമായിട്ടുള്ള രൂപമാണ് ധ്വനി എന്ന് പറയുന്നത്. മിൽക്കർ വാക്യ ബനാത്തെ ഹൈ और वाक्य से अर्थ मिलता है. ഒരു വാക്യം, അതായത് ഒരു ധ്വനി, അത് കഴിഞ്ഞ് വേർഡ്, അത് കഴിഞ്ഞൊരു വാക്യ സെന്റൻസ് ആയി കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ രൂപമായി മാറി. ധ്വനി ഭാഷയ്ക്ക് സബ്സെ ചോട്ടി ഇക്കായി ഹെ ജിസ്കാ ഉച്ചാരൺ ഹോത്താ ഹെ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഭാഷയ്ക്ക് സബ്സെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ധ്വനിയാണ്, സൗണ്ട് ആണ്. ഒരു ഭാഷയിലെ ഏറ്റവും സ്മാളസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ധ്വനിയാണ്.
അതുപോലെ ശബ്ദ് വേർഡ് എന്ന് പറയുന്നത് ധ്വനിയോ സെ മേൽ സെ ബന്നെ വാല സാർത്ഥക് രൂപ്. അതായത് ഒരു സാർത്ഥക് രൂപം എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ ആയിട്ടുള്ള രൂപമാണ് ശബ്ദം എന്ന് പറയുന്നത്. സാർത്ഥക്. മീനിങ് ഫുൾ ആയിട്ട്, അതായത് ഒരു അർത്ഥമുള്ളതാണ് വേർഡ് എന്ന് പറയും. വേർഡിന് അർത്ഥം വേണം, എന്തെങ്കിലും വേർഡ് അല്ലാതാകും. അപ്പോ ശബ്ദ് എന്ന് പറഞ്ഞാൽ ശബ്ദ് ജിസ്മേ കൊയ്ന കൊയ് അർത്ഥവും, ഒരു വേർഡിന് എന്തെങ്കിലും തരത്തിലുള്ള മീനിങ് ഉണ്ടായിരിക്കണം. മീനിങ് ഇല്ലാത്തതിന് വേർഡ് എന്ന് പറയാൻ പറ്റില്ല. വാക്യം എന്ന് പറഞ്ഞാൽ ഏക് യാ ഏക് സെ അധിക് ശബ്ദവും ക സാർത്ഥക് സമൂഹ ജോ ഏക് പൂർണ്ണ വിചാർ വ്യക്ത കർത്താ है. അതായത് ഒന്നിലധികം വേർഡുകൾ. രാം പരീക്ഷ ലിഖ്ത ഹെ. രാം എന്ന് പറയുന്നത് വേർഡാണ്, പരീക്ഷ എന്ന് പറയുന്നത്, ലിഖ്ന എന്ന് പറയുന്നത് വേറെ. അങ്ങനെ കുറെ വേർഡുകളുടെ ഒരു രൂപമാണ് വാക്യം എന്ന് പറയുന്നത്. അർത്ഥ വാക്യ കാ ബോധ് ജിസെ പൂര ഭാവ് സമझ में आता है. അതായത് ഇപ്പൊ പാനി എന്ന് പറയുന്ന വാക്ക്, അതിന്റെ പാനി എന്ന് വെച്ചാൽ വെള്ളമാണ്, ജലമാണ്. ഇത് പായി പാ എന്ന് പറയുന്ന ധ്വനിയും ന എന്ന് പറയുന്ന ധ്വനിയും കൂടി ചേരുമ്പോൾ ഒരു പാനി എന്ന് പറയുന്ന വേർഡ് ഉണ്ടാവുന്നു. പാനി എന്നുള്ള വേർഡിലൂടെ അതിനൊരു മീനിങ് ഉണ്ടാവുന്നു. വാട്ടർ എന്ന് പറയുന്ന ഹിന്ദിയിലെ പ്രയോഗമാണ് പാനി എന്ന് പറയുന്നത്. ഭാഷയ്ക്ക് കിത്തനെ അങ്ക് ഹോത്തെ. അതിന്റെ അടുത്തൊരു പോർഷൻ എന്ന് വെച്ചാൽ എത്ര പാർട്ട് ഉണ്ട് ഭാഷയ്ക്ക് എത്ര പാർട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഭാഷയ്ക്ക് കിത്തനെ അങ്ക് ഹോത്തെ ഹെ? 3, 4, 5, 8. ഇത് ശരിയായ ഉത്തരം 3 ആണ്, 3 ആണ്. ഭാഷ മേ സബ്സെ ചോട്ടി ഇക്കായി കോഴ്സ് ഹെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്, ഒരു ഭാഷയിൽ ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത് ഏതാണ്? ഇതിന് ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഇപ്പുറത്തുണ്ട്, ധ്വനിയാണ്. ധ്വനി. അടുത്തത് കൈസെ വാക്യ ബനാത്ത ഹെ. ഒരു വാചകം അല്ലെങ്കിൽ ഒരു സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കാം? കൈ ധ്വനി മിൽക്കർ, കൈ ശബ്ദ മിൽക്കർ, കൈ വാക്യ മിൽക്കർ, കൈ അങ്ക് മിൽക്കർ. കൈ ധ്വനി മിൽക്കർ. അടുത്തത് ഭാഷയ്ക്ക് സബ്സെ ചോട്ടി ഇക്കായി കോൺസി ഹെ. ഒരു ഭാഷയിലെ ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത്, ഇക്കായി എന്ന് വെച്ചാൽ യൂണിറ്റ് എന്നർത്ഥം. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാർട്ട്. എന്താണ്? ശബ്ദ, ധ്വനി, വാക്യ, രൂപ്. എന്താണ്? നമ്മൾ പറഞ്ഞാണ് ധ്വനി. അടുത്തത് ധ്വനിയോं के मेल से बनने वाला सबसे सार्थक रूप कौन सा है? ഇത് ഈ ധ്വനികളൊക്കെ കൂടി ചേർന്നുള്ള സാർത്ഥകമായ രൂപം എന്താണ്? ശബ്ദ് വേർഡ് ആണോ, വാക്യ സെന്റൻസ് ആണോ, ധ്വനിയാണോ, സൗണ്ട് ആണോ, ഭാഷയാണോ? ആൻസർ ശബ്ദാണ്, വേർഡാണ്. അടുത്തത് ഡാഷ് സെ വാക്യ കാ വോ ബോധ് ജിസ്സെ പൂരാ ഭാവ് സമझ में आता है. ഏതിലൂടെയാണ് ഒരു അർത്ഥം മനസ്സിലാവുന്നത്? അർത്ഥ, വിചാർ, ഭാഷ, ദിശ. ആൻസർ ശ്രദ്ധിക്കുക, ഭാഷയിലൂടെ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി അടുത്ത ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭാഷ എത്ര തരത്തിലുണ്ട്, ഏതെല്ലാം തരത്തിലാണ് ഭാഷയെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ക്ലാരിഫൈ വിഭജിച്ചിരിക്കുന്നതാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു പോർഷൻ. അതൊരു ചെറിയ പോർഷനാണ്, എന്നാലും ശ്രദ്ധിക്കുക. भाषा के 3 प्रकार होते हैं. 3 തരത്തിലുണ്ട്. 3 प्रकार के हैं. मौखिक, लिखित, सांकेतिक. भाषा मुख से उच्चरित होने वाले शब्द और वाक्यों आदि का वह समूह है जिनके द्वारा मन की बात बदलाई जाती है. ഇത്രയേ ഉള്ളൂ. മനസ്സിലുള്ള കാര്യങ്ങൾ ഭാഷയിലൂടെ പ്രകടിപ്പിക്കുന്നതിനാണ്, മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുന്നതിനാണ് ഭാഷ എന്ന് പറയുന്നത്. किसी भाषा की सभी ध्वनियों के प्रतिनिधि स्वन एक व्यवस्था में മിൽക്കർ एक സമ്പൂർണ്ണ ഭാഷയ്ക്ക് അവധാരണ. അതായത് കുറെ വാക്കുകളുടെ സമ്മിശ്രമായിട്ടുള്ള രൂപമാണ് ഭാഷ എന്ന് പറയുന്നത്. दूसरे शब्दों में कहे तो व्यक्ति नाद की समिष्टि जिसकी सहायता से किसी एक समाज या देश के लोग अपने मनोगत भाव या विचार
एक दूसरे पर प्रकट करते हैं. അതായത് ഒരു കൂട്ടം ആളുകള് തന്റെ ആശയങ്ങള് ഒരു കുറെ വാക്കുകളിലൂടെ ഒരു സെന്റൻസിലൂടെ പ്രകടിപ്പിക്കുന്നതിനാണ് ഭാഷ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മലയാളികൾ മലയാളം പറയുന്നതും തമിഴ് പറയുന്നതും ചൈനക്കാർ ചൈനീസ് പറയുന്നതും. मुख से उच्चरित होने वाले शब्द और वाक्य आदि का और समूह के जिनके द्वारा मन की बात बदलाई जाती है. അതായത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങള് പറയുക, പ്രകടിപ്പിക്കുക, എക്സ്പ്രസ് ചെയ്യുക, അതായത് अभिव्यक्त करना, अपने मन की बात को अभिव्यक्त करना भाषा का दायित्व है. इसलिए ये भाषा कहते हैं. भाषा क्या है? പരീക്ഷ പൂച്ചാ ജായക ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് തന്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സിലുള്ള വിചാരങ്ങള് പല രീതിയിലും നമ്മൾ പ്രകടിപ്പിക്കുന്നത്, അതെല്ലാം ഭാഷയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രദ്ധിക്കുക, ഭാഷാക്കാർത്ഥ്. ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷ ശബ്ദ സംസ്കൃതಕ್ಕೆ ഭാഷ് ധാതു സേ ബനാ ഹൈ. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഭാഷ് എന്ന് പറയുന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് ഭാഷ എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത്. ജിസ്കാ അർത്ഥ ഹെ ബോൽന. ഭാഷ എന്നുള്ള സംസ്കൃത വാക്കിന്റെ അർത്ഥം സംസാരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കഹിന. അർത്ഥാത് ഭാഷ വഹ ജിസെ ബോല ജായ്. അതായത് ഭാഷയിലൂടെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നതായിരിക്കണം. ഭാഷ चार बातों पर चर्चा होती जा रही है. ഭാഷയെക്കുറിച്ച് 4 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഭാഷയിലെ എന്തെല്ലാം ഭാഷയും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. ഭാഷ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്? ദോഷങ്ങൾ ഉണ്ടാവില്ല, ഗുണങ്ങളേ ഉള്ളൂ. ആ ഭാഷയെ കുറിച്ചുള്ള ചർച്ചയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുക, ഭാഷയ്ക്ക് പദ്ധതി ഹെ, ഒരു പ്ലാനിങ് ആണ്. ജിസ്മേ കർത്ത കർമ്മ ക്രിയ ആദി വ്യവസ്ഥ രൂപ സെ ആ സക്തെ. അതാണ് കർത്താവ്, കർമ്മം, ക്രിയ, ഒരു പ്രോസസ് ഉണ്ട്. രാം പാനി പീത്ത ഹെ, രാമൻ വെള്ളം കുടിക്കും. രാം എന്ന് പറയുന്നത് കർത്താവാണ്. പാനി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആണ്. പീത്ത ഹെ എന്ന് പറയുന്നത് ക്രിയയാണ്. അപ്പോ കർത്താവ്, കർമ്മം, ക്രിയ എന്ന് പറയുന്ന ആ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഒരു നിശ്ചിത രൂപത്തിലൂടെയാണ് നമ്മുടെ വാചകം ഉണ്ടാവുന്നത്, ഭാഷ ഉണ്ടാവുന്നത്. ഭാഷ സങ്കേതാത്മക എന്നല്ല, സങ്കേതാത്മക, ഒരു സൂചന നൽകുന്നതാണ് ആ ഭാഷ എന്ന് പറയുന്നത്. ഇസ്മേ ജോ ദുനിയ ഉച്ചാരിത് ഹോത്തി. ഉച്ചാരിത് എന്ന് വെച്ചാൽ ഉച്ചരിക്കുക. അതായത് മനുഷ്യര് സംസാരിക്കുന്നതിനെയാണ് ഭാഷ എന്ന് പറയുന്നത്. ഉൻകാ കിസ് വസ്തു യാ കായസെ സംബന്ധ ഹോത്തായ, ഏതെങ്കിലും വസ്തുവെ കുറിച്ചോ അല്ലെങ്കിൽ കാര്യത്തെ കുറിച്ച് ബന്ധപ്പെട്ടതാണ് ഭാഷ എന്ന് പറയുന്നത്. भाषा वाचिक ध्वनिक संकेत है, अर्थात मनुष्य अपने वागेंद्र की सहायता संकेत का उच्चारण करता है, वे ही भाषा के अंतर्गत आता है. അതായത് നമ്മൾ വാചകത്തിലൂടെ ഭാഷ പ്രകടിപ്പിക്കുന്നു. മനുഷ്യ അപ്പനി വഗേന്ദ്രിക്ക് സഹായ, അതായത് വാക്കിലൂടെ, നാക്കിലൂടെ, മൂക്കിലൂടെ എല്ലാം ഇത് പ്രകടിപ്പിക്കുന്നുണ്ട്, എല്ലാം അതിന്റെ സൂചനകളിലൂടെ ഉച്ചരിക്കുന്നു. വേഹി ഭാഷയ്ക്ക് അന്തർഗത, അതായത് മൂക്കിലൂടെയും നമ്മൾ പറയുന്നുണ്ട്. മൂക്കിലെങ്കിൽ ചില വാക്കുകൾ പറയാൻ പറ്റില്ല. അതുപോലെ നാക്കിലൂടെ നമ്മൾ സംസാരിക്കുന്നത്, ചെവിയിലൂടെ കേൾക്കുന്നു. അങ്ങനെ നമ്മുടെ പല ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഭാഷ പ്രകടിപ്പിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഭാഷ എന്ന് പറയുന്നത്. ഭാഷ यादृशी संकेत है, यादृशी से तात्पर्य है ऐच्छिक, अर्थात किसी भी विशेष ध्वनि का किसी विशेष अर्थ से मौलिक अथवा दार्शनिक संबंध नहीं होता. ഇത് ഒരു യാദൃശികമായിട്ടുള്ള ഒരു സൂചനയാണ്. അതായത് ശബ്ദമായിട്ട് അല്ലെങ്കിൽ വേർഡായിട്ട് ഒരു ബന്ധം ഇല്ല. ഇനി ഭാഷയ്ക്ക് ശൈലി, ഭാഷയുടെ ശൈലി, രീതികൾ എന്തൊക്കെയാണ്? विकास के प्रक्रिया में भाषा का दायरा भी बढ़ता जाता है. यही नहीं, एक समाज में एक जैसी भाषा बोलने वाले व्यक्तियों का बोलने का ढंग, उनकी उच्चारण प्रक्रिയ. അതായത് ശ്രദ്ധിക്കുക, ഒരു ഭാഷ എന്ന് പറയുന്ന അവിടുത്തെ സാമൂഹ്യമായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തികമായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ വർഗീയമായ മാറ്റങ്ങൾ, അതിനനുസരിച്ച് ഭാഷയുടെ രൂപത്തിലും ഭാവത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അവര് ബോലേക്ക ഠങ്ക് എന്ന് വെച്ചാൽ രീതി, സ്റ്റൈൽ. സംസാരിക്കുന്ന രീതി. ഇപ്പൊ തൃശ്ശൂർകാർ എന്തുട്ടെന്ന് പറയും, അതൊരു ശൈലിയാണ്, അതൊരു രീതിയാണ്. മലയാളത്തില് 14 ജില്ലകളിൽ 14 എന്തോന്നാണ്, എന്തിട്ടാണ്, എന്തിനാണ്, എന്താണ്, അങ്ങനെ പല രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ ഭാഷ. അതുപോലെ ഉച്ചാरण, शब्द भंडार, वाक्य विन्यास आदि का अलग अलग होने से उनकी भाषा में पर्याप्त अंदर आ जाता है. इसी को भाषा की शैली
മാനാജ. ഭാഷയുടെ ശൈലി എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ 14 ജില്ലകളിൽ 14 രീതി മാത്രമല്ല, ഒരു ജില്ലയിൽ തന്നെ പല പല മാറ്റങ്ങളുണ്ട്. ഓരോ പ്രദേശങ്ങൾക്ക് നമ്മുടെ മലയാളത്തിൽ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഹിന്ദി പ്രദേശത്ത് പല പല ഭാഷകൾ പല പല രീതികളാണ് ഉള്ളത്. അത് അടുത്ത് എൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഭാഷ കിതനെ പ്രകാർ ഹോത്തെ ഹെ, എത്ര തരത്തിലുണ്ട് ഭാഷ? 4, 5, 3, 2. എത്രയാണ്? 3 തരത്തിലുണ്ട്. മൗഖിക് ഭാഷ കഹാൻ സെ ഉച്ചരിത് ഹോത്തെ ഹെ? മുഖ്, നാക്ക്, ആങ്ക്, ഹാത്ത്. ഇതില് മുഖത്തിലൂടെ പറയുന്ന, അപ്പൊ മുഖമാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തത് കിസിക്കെ മാധ്യം സെ മാനോ അപ്നെ വിചാർ കോ പ്രകട് കർത്തെ ഹെ? എങ്ങനെയാണ് മനുഷ്യൻ തന്റെ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നത്? ഭാഷയിലൂടെയാണ്. ബി ആണ് ശരിയായ ആൻസർ. അടുത്തത് കോൻസീസ് ധാതു സെ ഭാഷ ശബ്ദ ബനെ? ഏത് ധാതു എന്നാണ് ഭാഷ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്? ഒന്നാമത്താണ് ഭാഷ്. അടുത്തത് കോൻസി ഭാഷ സെ ഭാഷക്ക് ഉത്പത്തി ഹുയി? ഏത് ഭാഷയിൽ നിന്നാണ് നമ്മുടെ ഭാഷയുടെ വേർഡ് ഉണ്ടായത്? സംസ്കൃതം. സി ആണ് ആൻസർ. അടുത്തത് ഭാഷാമേ കിസ്കി വജഹ്സെ ഉച്ചാരണം ഹോത്ത ഹെ? ഭാഷയിൽ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്, ഉച്ചാരണം ഉണ്ടാവുന്നത്? സ്വരത്തിലൂടെയാണ്, വ്യഞ്ജനത്തിലൂടെയാണ്, ധ്വനിയിലൂടെയാണ്? ധ്വനിയാണ് ശരിയായ ആൻസർ. അടുത്ത ചോദ്യം പ്രതീകാത്മക് ക്യാ ഹോത്തി? പ്രതീകാത്മക് എന്ന് പറഞ്ഞാൽ, സിംബോളിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്വനിയാം, വ്യഞ്ജൻ, നാദ്, പല്ലവി. ധ്വനിയാമാണ് ശരിയായ ആൻസർ. അടുത്തത് ഭാഷ കൈസെ ഹോത്തിയ? ഭാഷ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? വിചാരാത്മക്, പ്രതീകാത്മക്, സങ്കേതാത്മക്, കാൽപ്പനിക്. വിചാരാത്മകാണ് നമ്മുടെ ഇതിന്റെ അർത്ഥം. അപ്പോൾ ഈ ലെസൺ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇതൊന്ന് പരീക്ഷിക്കുക. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. വളരെ രസകരമായിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഭാഷാ വിജ്ഞാനം എന്ന് പറയുന്നത്. സാഹിത്യ ഇതിഹാസത്തിലെ ഒരു പാർട്ടാണിത്. എല്ലാവരും നന്നുപോലെ തന്നെ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതാനുള്ള ശ്രമം നടത്തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.